ആലുവ എടയാറിൽ ഓയിൽ കമ്പനിയിലുണ്ടായ തീപിടുത്തത്തിൽ അതിഥി തൊഴിലാളി മരിച്ചതിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. തീപിടുത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് എറണാകുളം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗവുമുണ്ട്. നിതിൻ സേവ്യർ വിവരങ്ങളുമായി. നിതിൻ, എടയാറിലേത് അസ്വാഭാവിക മരണം എന്ന് തന്നെയാണോ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്? സുരക്ഷാ നടപടികളൊന്നും തന്നെ ഈ കമ്പനിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. സ്മൃതി, അങ്ങനെ തന്നെയാണ് നിലവിൽ പോലീസ് കരുതുന്നത്. ഇതിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി കമ്പനിയിൽ ഒരുക്കിയിരുന്നില്ല. അടിയന്തരമായി തീപിടുത്തമുണ്ടായാൽ അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല എന്നാണ് പോലീസ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ ഈ ഒരാൾ മരിച്ച സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ രാവിലെയായിരുന്നു എടയാറുള്ള CG ലൂബ്രിക്കൻസ് എന്ന ഓയിൽ കമ്പനിയിൽ തീ പിടിക്കുന്നത്. എണ്ണ കമ്പനിയായാൽ തന്നെ വളരെ പെട്ടെന്ന് എണ്ണ ടാങ്കറുകളിലേക്ക് തീ പടരുകയായിരുന്നു. 32 തൊഴിലാളികൾ ഉണ്ടായിരുന്നതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെടാതെ പോയത്. അദ്ദേഹം ഈ ബോയിലർ ഓഫ് ചെയ്യാനായി അകത്തേക്ക് കയറിയപ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത്. കത്തിക്കഴിഞ്ഞ നിലയിലായിരുന്നു അദ്ദേഹത്തിന് മൃതദേഹം ലഭിച്ചത്. ബീഹാർ സ്വദേശി ശത്രുഘ്ൻ മുഖ്യയാണ് മരിച്ചത്. അപ്പോൾ ഈ വിഷയത്തിൽ സൂപ്പർവൈസറുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ KSEB ഫയർഫോഴ്സും അന്വേഷണം നടത്തുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ 6 യൂണിറ്റ് എത്തിയാണ് ഈ തീ അണച്ചത്. വലിയ ഒരു അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു കൃത്യമായ ഫയർഫോഴ്സ് ഇടപെട്ടില്ലെങ്കിൽ. കാരണം ഇൻഡസ്ട്രിയൽ ഏരിയയാണ്, അടുത്തുമൊക്കെ ഉള്ളത് സമാനമായ രീതിയിലുള്ള കമ്പനികളും ഫാക്ടറികളും ഒക്കെയാണ്. അപ്പോൾ വലിയ അപകടത്തിലേക്ക് പോകാവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഫയർഫോഴ്സ് വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് ഇതിലൊരു അന്വേഷണം നടത്തുന്നുണ്ട്. KSEB ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ KSEB അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം അതിനൊപ്പം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സൂപ്പർവൈസറുടെ മൊഴി എടുത്തിട്ടുണ്ട്. ഒപ്പം ഈ വിഷയത്തിൽ ഒരു ചർച്ച ഇന്ന് നടത്തുന്നുണ്ട്. കളക്ടറുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ, കമ്പനി അധികൃതരും ഒപ്പം ഫയർഫോഴ്സിന്റെ ആളുകളുമായി ഒരു ചർച്ച നടത്തുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് തീപിടിച്ച് നടക്കുമുള്ള കാര്യങ്ങൾ ഈ ചർച്ചയിൽ വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്മൃതി, ശരി. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.